കണ്ണൂർ ജില്ലയിലെ രാമന്തളി എന്ന ചെറിയ ഗ്രാമത്തിലെ ഒരു സാധാരണ കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു ഷാഹുൽ ഹമീദ്. വലിയ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും അവനില്ലായിരുന്നു. പക്ഷേ കുടുംബത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അവനെ ഒരു ഭാരമായി വേട്ടയാടി. ആ ഭാരം ഇറക്കിവെക്കാൻ വേണ്ടിയാണ് വലിയ പ്രതീക്ഷകളോടെ വീട്ടുകാർ കടം വാങ്ങിയും മറ്റും വിസയും ടിക്കറ്റുമെടുത്ത് അവനെ ദുബായിലേക്ക് അയക്കാൻ തീരുമാനിച്ചത്. ആ ദിവസം, യാത്രയുടെ ദിവസം, വീടും പരിസരവും ആളുകളാൽ നിറഞ്ഞു. ബന്ധുക്കളുടെയും അയൽക്കാരുടെയും ഉപദേശങ്ങളും യാത്രയയപ്പുകളും അവനെ ശ്വാസം മുട്ടിച്ചു. അവരുടെയെല്ലാം കണ്ണുകളിലെ പ്രതീക്ഷയുടെ ഭാരം താങ്ങാൻ അവനായില്ല. തനിക്കിഷ്ടമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് പറിച്ചുനടാൻ പോകുന്നതിലുള്ള ഉൾഭയം ഷാഹുൽ ഹമീദിനെ കീഴടക്കി. ആരുമറിയാതെ പുറപ്പെടേണ്ട സമയമടുക്കുമ്പോൾ അവൻ വീടിന്റെ വാർപ്പിന്റെ മുകളിൽ കയറി ഒളിച്ചിരുന്നു. വിമാനത്താവളത്തിലേക്ക് പോകാൻ സമയമായിട്ടും ഷാഹുൽ ഹമീദിനെ കാണാതെ വന്നതോടെ ആ വീട്ടിൽ വലിയ ദുഃഖം നിഴലിച്ചു. അന്വേഷണങ്ങൾക്കൊടുവിൽ വാർപ്പിന്റെ മുകളിൽ അവനെ കണ്ടെത്തിയെങ്കിലും വിമാനം പോയിരുന്നു. ടിക്കറ്റ് പൈസയും പോയി. കുടുംബത്തിന്റെ പ്രതീക്ഷകളും തകർന്നു. അവൻ എന്തൊരു മകനാ, കുടുംബത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ല എന്ന് പലരും അടക്കം പറഞ്ഞു. കളിയാക്കലുകൾ കേട്ട് ആ വീട്ടുകാർ തലകുനിച്ചു നിന്നു. നാട്ടിൽ കിട്ടുന്ന ചെറിയ ജോലികൾ ചെയ്ത് ഷാഹുൽ ഹമീദ് ജീവിതം മുന്നോട്ടു നീക്കി. വീട്ടുകാരുടെ വിഷമവും നാട്ടുകാരുടെ കുറ്റപ്പെടുത്തലുകളും കേട്ട് കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ഷാഹുൽ ഹമീദിന് സ്വയം ഒരു തിരിച്ചറിവുണ്ടായി. തന്റെ ഇഷ്ടക്കേട് ഒരു കുടുംബത്തെ മുഴുവൻ ദുരിതത്തിലാക്കിയല്ലോ എന്ന ചിന്ത അവനെ അലട്ടി. ഇനിയൊരു വിസയുടെ സഹായമില്ലാതെ സ്വന്തം പരിശ്രമത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം ദുബായിൽ പോയി എന്തെങ്കിലും നേടിയിട്ട് വരണം എന്ന് അവൻ തീരുമാനിച്ചു. ചെറിയ തുകകൾ സ്വരൂപിച്ചും പരിചയക്കാരോട് സഹായം അഭ്യർത്ഥിച്ചും അവൻ സ്വയം വിസ സംഘടിപ്പിച്ചു. അധികമാരെയും അറിയിക്കാതെ കുറച്ചുകാലം മുൻപ് അവൻ ഒളിച്ച അതേ വാർപ്പിന്റെ മുകളിൽ കയറാതെ അവൻ ദുബായിലേക്ക് വിമാനം കയറി. ആദ്യത്തെ ജോലി വലിയ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. കഠിനാധ്വാനം വേണ്ടിയിരുന്നതും ശമ്പളം തീരെ കുറവുള്ളതുമായ ഒരു ജോലി. മാസങ്ങൾ കടന്നുപോയി. ശരീരം തളർന്നു. പണമുണ്ടാക്കാൻ കഴിഞ്ഞതുമില്ല. ഇവിടെ നിന്നാൽ രക്ഷയില്ല. നാട്ടിലേക്ക് തിരിച്ചുപോകാം എന്ന് അവൻ ഉറപ്പിച്ചു. ടിക്കറ്റെടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു അവൻ. അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചുപോകാൻ തീരുമാനിച്ചിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഷാഹുൽ ഹമീദ് തന്റെ നാട്ടുകാരനായ ഹമീദ് MKയെ അബുദാബിയിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. അയാളുമായി ഷാഹുൽ ഹമീദ് തന്റെ സങ്കടങ്ങൾ പങ്കുവച്ചു. നാട്ടുകാരൻ അവനെ ഉപദേശിച്ചു. മോനെ, ഇപ്പോൾ നീ നാട്ടിലേക്ക് പോയാൽ വീണ്ടും കളിയാക്കലുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാത്രമായിരിക്കും ഫലം. നിന്റെ കുടുംബത്തെ ഓർക്കണം. ഇവിടെ പിടിച്ചുനിന്നേ മതിയാവൂ. എന്നിട്ട് നാട്ടുകാരൻ തന്റെ സ്വാധീനം ഉപയോഗിച്ച് അബുദാബിയിൽ ഒരു സർക്കാർ ജോലിക്ക് അവന് വഴി കാണിച്ചുകൊടുത്തു. ഷാഹുൽ ഹമീദ് കിട്ടിയ അവസരം പാഴാക്കിയില്ല. അവൻ കഠിനമായി പ്രയത്നിച്ചു. അഭിമുഖങ്ങളെല്ലാം നന്നായി പൂർത്തിയാക്കി. ദൈവാനുഗ്രഹത്താൽ അവന് അബുദാബിയിൽ സ്ഥിരമായ ഒരു സർക്കാർ ജോലി ലഭിച്ചു. അതൊരു വലിയ വഴിത്തിരിവായിരുന്നു. നല്ല ശമ്പളവും സുരക്ഷിതത്വവും അവന് ലഭിച്ചു. ഇന്ന് ഷാഹുൽ ഹമീദ് സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ജീവിക്കുന്നു. കളിയാക്കി സംസാരിച്ചവരും കുറ്റപ്പെടുത്തിയവരുമെല്ലാം ഇപ്പോൾ